ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള വൈദ്യുതി കമ്പിയുടെ പ്രശ്നം അല്ലെങ്കിൽ അനധികൃതമായ ഷെഡിൻ്റെ പ്രശ്നം കേരളത്തിലെ എത്ര സർക്കാർ സ്കൂളുകളിൽ എത്ര എയ്ഡഡ് സ്കൂളുകളിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്? പഠിക്കുമായിരിക്കും, അതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുമോ? ഒരു കാര്യത്തിന് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് സർക്കാർ പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വലിയ വിവാദങ്ങൾ നമ്മൾ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയാൻ, അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറയാൻ ഇതുവരെ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സ്കൂളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അതേസമയം മറക്കരുത്, ഇതൊരു സിസ്റ്റമിക് പ്രശ്നമുണ്ട്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ, കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളെ PTA-ക്കും നാട്ടുകാർക്കും വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറിയതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. സർക്കാർ സ്കൂളുകൾക്ക് പിന്നെ അതിൻ്റെ സ്ട്രക്ചർ നന്നാക്കാൻ സംസ്ഥാന സർക്കാർ തിരിച്ചു വന്ന് കിഫ്ബി വഴിയൊക്കെ പണം കൊടുത്തു. പക്ഷേ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യം അതിദയനീയമാണ്. അതാർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് പാവപ്പെട്ടവർ പഠിക്കുന്ന സ്കൂളാണ്. പ്രൈവറ്റിലും ഇൻ്റർനാഷണലുമാണ് ബാക്കിയുള്ളവർ. അവർക്കൊന്നും വരില്ലല്ലോ.